കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകർക്ക് ക്ലീൻ ചിറ്റ് നൽകി മന്ത്രി സജി ചെറിയാൻ. സംഘാടനത്തിൽ പിഴവില്ല, സംഘാടനം മികച്ചതെന്ന് മന്ത്രിയുടെ പ്രതികരണം. ബാരിക്കേഡും സുരക്ഷയൊരുക്കുന്നതിലുമാണ് പിഴവ് സംഭവിച്ചത്. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നാളെ തീരുമാനിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എന്തിനായാലും ഈ ഒരു വിഷയത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടെന്നിരിക്കെയാണ് മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം പുറത്തുവരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, മന്ത്രി സജി ചെറിയാൻ നേരത്തെയും ഇത്തരത്തിൽ പരിപാടി പൂർത്തിയാക്കിയില്ല, അപകടം നടന്ന ശേഷം പരിപാടി പൂർത്തിയാക്കിയില്ല എന്നൊരു പരാമർശം നടന്നിരുന്നു. എന്നാൽ അത് തികച്ചും അവാസ്തവമായ ഒരു കാര്യമായിരുന്നു. അപകടം നടന്ന ശേഷവും പരിപാടി പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, അപകടത്തിൽ പരിക്കേറ്റ ആ MLA ഉമാ തോമസിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന രീതിയിൽ അവിടെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് സംഘാടനത്തിൽ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല, സംഘാടനം വളരെ മികച്ചതായിരുന്നു. അതേസമയം ബാരിക്കേഡും സുരക്ഷയും ഒരുക്കുന്നതിലുമാണ് പിഴവ് സംഭവിച്ചത്. ഈ അപകടത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോട് സ്റ്റേജ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നല്ല ബലത്തിലുള്ള സ്റ്റേജാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിക്കും. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിശോധനകളും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സജി ചെറിയാൻ ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, സംഘാടനത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടന്നു വരികയാണ്. നിരവധി പേരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള സംഘാടനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ നടന്നു വരുന്നതിനിടെ ഇത് സംഘാടനം മികച്ചതായിരുന്നു എന്നൊരു അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയതെന്ന് വേണം. കാരണം അദ്ദേഹം സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഉമാ തോമസ് MLAക്ക് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. അതും 15 അടി താഴ്ചയിൽ നിന്ന് അവർ താഴേക്ക് വീഴുകയായിരുന്നു. ഈ അപകടം നടന്നത് നേരിൽ കണ്ട മന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെത്തി, അതുപോലെ ശ്വാസകോശ രോഗ വിദഗ്ധരായ ഡോക്ടർമാരാണ് എത്തുന്നത്. അവർ കൂടുതൽ പരിശോധന ഇല്ലെങ്കിൽ കൂടുതൽ മറ്റു ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം നാളെ വെന്റിലേറ്റർ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉമാ തോമസിന്റെ നില അതേപടി തന്നെ തുടരുകയാണ്. ശ്വാസകോശത്തിൽ ഉണ്ടായിട്ടുള്ള ചതവാണ് ഇപ്പോഴും ഡോക്ടർമാരെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ ചികിത്സയുടെ കാര്യത്തിലും കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ മറ്റ് തലച്ചോറുമായി ബന്ധപ്പെട്ടും നട്ടെല്ലുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ള പരിക്കുകളെ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടാക്കുന്ന ആ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.